അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെവി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. 3.5 കിലോ അടുത്തുള്ള നെയ്മീൻ്റെ തല. കുറേ നാളായിട്ട് കരുതുന്നു തലക്കറി വെക്കണം. നല്ല അടിപൊളി ഒരു സാധനം കണ്ടപ്പോൾ ഇങ്ങ് വാങ്ങി, ഒന്നും നോക്കിയില്ല. 3 കിലോ എന്ന് പറയുമ്പോൾ തല മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. പിന്നെ ഇന്നത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പീസാക്കിയല്ല കറി വെക്കാൻ പോകുന്നത്. ആ തല അതേപോലെ മുഴുവനായിട്ട് നല്ല കുടംപുളിയൊക്കെ ഇട്ട് ഷാപ്പിൽ വെക്കുന്ന പോലത്തെ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. തല നമ്മൾ നേരെ വെട്ടി ഇങ്ങ് വാങ്ങി വന്നതുകൊണ്ട് ക്ലീനൊന്നും ചെയ്തിട്ടില്ല. അതാണ് നല്ല പണി. നിങ്ങൾ നോക്ക്, കണ്ടാൽ മനസ്സിലാവും. ആ പൂവിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ? പൂവും ഇത്രയും വലിയ ചേളയൊക്കെ എന്ത് വലുപ്പമാണെന്നറിയോ? എൻ്റെ അമ്മ, ശരിക്കും കഷ്ടപ്പെട്ടു. 2 മണിക്കൂർ പണിയായിരുന്നു. ചൂടും കൂടെ ആയതുകൊണ്ട് നല്ല വെയിലും. പെട്ടുപോയി. 2 മണിക്കൂർ പണിയെടുത്ത് ഒരു വിധത്തിൽ അവനെ ഒന്ന് മെരുക്കി റെഡിയാക്കി എടുത്തു. ക്ലീനിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. എല്ലാം ഒരുപാട് പണിയായിരുന്നു. കണ്ടു നോക്ക് നിങ്ങൾ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിയാറായപ്പോഴാണ് അവൻ്റെ വായിലിരിക്കുന്ന ചൂണ്ട. അതെടുക്കാനുള്ള പാടെ. അതുമാത്രമല്ല, ഇവനെ ചൂണ്ടയിട്ട് പിടിച്ച ആളെ സമ്മതിക്കണം. അങ്ങനെ കുറേ നേരത്തെ തത്രപ്പാടിനൊടുവിൽ ആ ചൂണ്ട നമ്മളെടുത്തു. കൈയൊക്കെ അവൻ്റെ പല്ല് കൊണ്ട് തൊലി പോയി, ആകെ പ്രശ്നമായിരുന്നു. പിന്നെ കറി വെക്കുന്നതിന് മുമ്പ് പല്ല് കളയണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നല്ല പണിയാണ്. അതുകൊണ്ട് പകുതി കളഞ്ഞിട്ട് ആ ശ്രമം അവിടെ വെച്ച് നിർത്തി. പിന്നെ ഒരു കാര്യമുണ്ട്, പല്ലൊന്നും കളയാതെ അങ്ങനെ വെച്ചാലേ അവൻ്റെ ആ തലയെടുപ്പ് കിട്ടത്തുള്ളൂ. മീനെ ഒന്ന് ഉരച്ച് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നാട്ടിലെ പോലെ വലിയ പാറക്കല്ല് നോക്കിയെങ്കിലും ഇവിടെ അത് കിട്ടാത്തതോട്ട് ചെറിയൊരു കല്ല് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു. മീനിൻ്റെ പുറത്ത് നല്ലപോലെ ഉപ്പ് വിതറി ആ ചെറിയ കല്ല് വെച്ച് നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്തവന്.
ഇനി നമ്മുടെ മീൻ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ റെഡിയാക്കിയിടുക. അതായത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് നമുക്കിനി പൊടികളിലേക്ക് പോകാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഉലുവ, കടുക്, പിന്നെ ആവശ്യത്തിന് കുടംപുളിയും. അപ്പോൾ ഇനി പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉലുവയും കടുകും മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക്
ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും. അതൊന്ന് പാകമായി വന്ന ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ഓരോന്നായി അതിലേക്ക് ഇടാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഓരോ പൊടികളായിട്ട് ഇട്ട് നമുക്ക് നിർത്താതെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിൽ നമ്മുടെ മുളകും മല്ലിയും ഒക്കെ മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. അതിന് പിന്നാലെ നമ്മുടെ കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മീൻ അതിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മീൻ കറക്റ്റ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് അത് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി നമ്മുടെ മീനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ആഹാ, ആ തിളച്ച് മറിയുന്ന മീൻചാറിലേക്ക് നമ്മുടെ ആ തല അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറക്കി വെക്കാം അല്ലേ. നമ്മുടെ മീൻചാറൊക്കെ അവൻ്റെ മുകളിലേക്ക് നല്ലപോലെ കോരി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് അവനെ ഒന്ന് നല്ലപോലെ ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് ആ ചാറൊക്കെ നല്ലപോലെ അവൻ്റെ പുറത്തിങ്ങനെ കോരി ഒഴിച്ച് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് അങ്ങോട്ട് തുറന്നെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ മോനെ നമ്മുടെ സാധനം റെഡിയായി. നല്ല അസല് നെയ്മീൻ വെച്ചുണ്ടാക്കിയ തലക്കറി. അതും ചെറുതൊന്നുമല്ല, 3-3.5 കിലോ വരുന്ന തല, നല്ല നെയ്മീൻ്റെ തല. അപ്പോൾ അവനെ നമ്മുടെ പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക്, ചെറിയ പ്ലേറ്റിലൊന്നുമല്ല വലിയ പ്ലേറ്റിലേക്ക് മാറ്റുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോലെ
ഫോട്ടോ എടുത്തോ. തല എത്ര വലുതാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഇത്രയും മല്ലന്മാർക്കിടയിൽ അവൻ കീഴടങ്ങി. അവൻ ചെറുതായിപ്പോയി. ഇങ്ങോട്ട് സാധനം കണ്ടു പറ. എന്ത് വെക്കണ്ട സാധനം? എന്ത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വേറെ ലെവലാണ്. അപ്പോൾ ഇനി ഇതും ഇതിനപ്പുറവും കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക.